നമുക്ക് ഈ കൂട്ടത്തിലുള്ള ബാക്കി ആളുകളെ റോഷനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പുതിയ ആൾക്കാർ അറിയിക്കവാ. പേരെന്തുവാ? ഭാവന. ഭാവനയുടെ കലോത്സവ എക്സ്പീരിയൻസ് എന്താണ്? കഴിവ് കൂടിപ്പോയതുകൊണ്ട് ഞങ്ങൾ ജില്ല വരെയൊക്കെ പോയുള്ളൂ. അതിനുശേഷം മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അത് കേരളത്തിന് അതാണ് സംഭാവന. ശ്രീനിവാസൻ പറഞ്ഞില്ല ഞാൻ ചെയ്യാത്ത സിനിമകളാണ്. അതെ അതെ, ശ്രീനിവാസന്റെ പാതയാണ് പിന്തുടരുന്നത്. ഞാൻ അത്യാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. ചവിട്ട നാടകം, ഇംഗ്ലീഷ് ഡ്രാമ, ചവിട്ടില്ല മോണോ ആക്ട്, അങ്ങനെ കൊച്ചു കൊച്ചു വേണോ? കാണിക്കാലേ? അല്ല, ആത്മാവ് ആവാഹിച്ചെടുക്കണ്ടേ? ഞാൻ ഇരുന്നിട്ടുള്ള ആളെ കുഴപ്പട്ടോ? ഉണ്ണിയേട്ടാ, എന്റെ അടുത്തേക്ക് വരല്ലേ? എനിക്ക് പേടിയോ? എന്റെ നഖക്കൊള്ളു. ആരും എന്റെ അടുത്തേക്ക് വരല്ലേ? എനിക്ക് പേടിയാ. നായ്ക്കളെ കൊല്ലാൻ പാടില്ല. കുറ്റമാ കുറ്റം. നായ്ക്കൾ കുട്ടികളെല്ലാം കടിച്ചു കയറി കൊന്നോട്ടെ. അതൊരു കുറ്റമല്ല, അതൊരു തെറ്റുമല്ല. ചെറിയത് സത്യം പറഞ്ഞ ഇത്രയും. ഓക്കെ, അപ്പൊ അടുത്ത ആള് ഇത് രാഹുൽ സുരേഷിന്റെ ഐറ്റം. എനിക്ക് പ്രത്യേകിച്ച് കലാപരമായ കഴിവുകളൊന്നും ഇല്ലെങ്കിലും ഒരു കലാഹൃദയമുണ്ട് ഇവിടെ. എല്ലാ കലാകാരന്മാരെയും സ്വീകരിക്കാൻ പോകുന്ന ആ ഹൃദയം. അതെ, ലോല ഹൃദയമാണ്. എന്തായാലും അത് വേണ്ട, അതൊന്നും ഇവിടെ പറയണ്ട. എന്താണെങ്കിലും താടി മാത്രം ഇതൊക്കെ ഇവിടെ ഒരു വാര ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അതെ വേണല്ലോ രഞ്ജിത്തേണ്ട ഈ സുന്ദരന്റെ ഒക്കെ മുന്നിൽ പിടിച്ചു. എന്താണെങ്കിലും ഏലം മണക്കുന്ന തേയിലം മടക്കുന്ന ഇടുക്കിയിൽ നിന്നും പൂരത്തിന്റെ ഈ പറമ്പിൽ നിന്ന് വന്നു നിൽക്കുമ്പോ എന്തുവേണേലും ഞാൻ തന്നെ വന്നില്ല ചേട്ടാ, അത് പോരെ. ഷഹദ് പാട്ട് പാടും. അല്ല, കലോത്സവമായിട്ട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവത്തിൽ വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മാപ്പിളപ്പാട്ടിന് പങ്കെടുത്തിട്ടുണ്ട്, നാടകത്തിന് പങ്കെടുത്തിട്ടുണ്ട്. നിർത്തി നമുക്കൊരു മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് നമുക്ക് കൂടെ താളം പിടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കുന്ന സമയത്ത് പാടിയ പാട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ കൂടണം. ഓക്കെ, ജില്ല വരെ പോയിട്ടുള്ളൂ. ഓക്കെ, മാപ്പിളപ്പാട്ടാണ്. മാരിവില്ലിൻ മൊഞ്ചോ നറു റോസപ്പൂവിൻ മണമോ മന്ദാരച്ചെപ്പോ ആ മാണിക്ക കല്ലോ. മാരിവില്ലിൻ മൊഞ്ചോ നറു റോസപ്പൂവിൻ മണമോ മന്ദാരച്ചെപ്പോ ആ മാണിക്ക കല്ലോ. നിലാവ് പോൽ പ്രകാശിക്കുന്നഴകേ ഇമ്പപ്പും തോപ്പിലെ മുത്ത് റസൂലേ. നിലാവ് പോൽ പ്രകാശിക്കുന്നഴകേ ഇമ്പപ്പും തോപ്പിലെ മുത്ത് റസൂലേ. മുല്ലമണം പോലെ പൂമുഖം ചൂടും പത്തര മറ്റും മൊഞ്ചേ. മുത്ത് റസൂൽ പൂമുഖം ചൂടാൻ ആരും കൊതിച്ചിടും മൊഞ്ചേ. മുല്ലമണം പോലെ പൂമുഖം ചൂടും പത്തര മറ്റും മൊഞ്ചേ. മുത്ത റസൂലിൻ പൂമുഖം ചൂടാൻ ആരും കൊതിച്ചിടും മൊഞ്ചേ മൊഞ്ചേ. അങ്ങനെ പോകും. ഞാന് ജില്ലയില് മാപ്പിളപ്പാട്ടിനാണ് പോയത്. സ്റ്റേറ്റില് ഫോക്ക് ഡാൻസിന് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ രാഹുൽ പറഞ്ഞ ഒരു കലാഹൃദയമുണ്ട്. പിന്നെ സംഘഗാനമൊക്കെ ഒറ്റക്ക് പാടണം എന്നുള്ള ആ തരത്തിലേക്ക് മാത്രം കവിത എഴുതും, കവിതകൾ വായിക്കും. അയ്യോ, അങ്ങനൊന്നുമില്ല. എനിക്ക് ഒരുപാട് കവികൾ ഇഷ്ടപ്പെട്ടു. എന്റെ പേര് പറഞ്ഞു എന്നെ തന്നെ എനിക്ക് ഇഷ്ടമാണ്. കാലാവസ്ഥ പ്രവചനം നടത്തും. അത് നമുക്ക് ഇവിടെ വേണ്ട. പറയുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് പാടാം. ഓക്കെ, മോന്റെ പേരെന്താ? അക്ഷിത്. നിർമ്മലമാത സെൻട്രൽ സ്കൂൾ. ഏത് ക്ലാസ്സിലാണ്? പ്ലസ് ടൂലെ അക്ഷിതിന്റെ ഒരു പാട്ടോട് കൂടി നമുക്ക് ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം.
തരള മധുര മുരളി ഉണരും പ്രണയഭരിത കവിതയുണരും മനസ്സു നിറയും മധുലഹരിത മതമഹോത്സവം വരവീണക മൃദുപാണികൾ മതമൊടു തിരുവടി തൊഴുതിരു ശ്രുതി ചേരണം അലിവോടതിലനുപദമഴക മതിമുഖി മമ സഖിമയിൽ നട ഇവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ദ്രുതതാളം ബാക്കിൽ നിന്നൊരു അവതാളം വന്നപ്പോ ഓക്കെ അടിപൊളി ഓക്കെ താങ്ക് യു. ഇപ്പൊ ഇനിയിപ്പോ വെങ്കിയെ പരിചയപ്പെടുന്നത് തുടരാം അല്ലേ? വെങ്കിയുടെ തൃശ്ശൂർ ഗഡി. അതെ, അപ്പോൾ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലല്ല കലോത്സവം. സാധാരണ തൃശ്ശൂരുകാർ എന്ന് പറഞ്ഞാൽ എന്തോ ആഘോഷമാക്കുന്ന ആൾക്കാരാ. ഒരു നാരങ്ങളും കാച്ചലോ വേണ്ടേ? നിനക്ക് പോണ്ടേ നമുക്ക്? പിന്നെ അല്ല, തൃശ്ശൂർ മുക്കുഷാറാക്കണ്ടേ? പിന്നെ കലോത്സവത്തിൽ എന്താ എക്സ്പീരിയൻസ്? ഞാൻ നിർഭാഗ്യവശാൽ മറ്റൊരു സിലബസ് ആയ കാരണം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ അസൂയാണ് തോന്നാറുള്ളത്. CBSE പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പിന്നീട് ഒരു മിസ്സിംഗ്. CBSE എന്ന് പറയുമ്പോൾ ഇത്തരം ആഘോഷമൊന്നുമില്ല. നമ്മൾ വരുന്നു, ഒരു അങ്ങനെ പോകുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ റിപ്പോർട്ട് ഞങ്ങൾക്കൊപ്പം എത്തി. അതൊക്കെയാണ് എൻ്റെ അവസ്ഥ. അപ്പോ നമ്മുടെ ചേട്ടാ എവിടെന്നാ മരട് ഇവിടെ എത്തിയോ? പേരെന്തുവാ? ക്യാമറ കണ്ടാലും മോൻ കാണില്ല. എവിടെന്നാ ചേട്ടാ? മോൻ കാണിക്കണോ? ഓക്കെ. അപ്പൊ ചേട്ടാ എത്ര ദിവസം ഉണ്ട് ഇവിടെ? പറയുന്ന ദിവസം വരെ ഉണ്ടാവൂലേ? ഓക്കെ. അപ്പൊ നമ്മളെല്ലാ ടീമും ആയോ? മൊത്തം ടീമും പരിചയപ്പെടും. അർജുൻ കല്യാട് കൂടിയുണ്ട്. കല്യാടിന്റെ ചെണ്ടമേളം പ്രത്യേകം അല്ലേ? കല്യാട് ശരിക്കും ഒരു നാട്ടിൻപുറത്തുനിന്ന് വരുന്നുണ്ട്. ആ നാട്ടിൻപുറത്തിന്റെ ചെണ്ടയുടെ താളവും സന്തോഷം. അല്ല, ചെണ്ട കൊട്ടും. ചെണ്ടയിൽ ജില്ലാതലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, നാടകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ 3 ഐറ്റം. ഒരു വിഷയം തന്നെ പ്രസംഗിക്കും. അത് വേണ്ട, എപ്പോഴും കേട്ടോണ്ടിരിക്കല്ലേ, ഇവന്റെ തള്ളു കേട്ടോണ്ടിരിക്കല്ലേ. നമുക്ക് നമ്മുടെ ചെണ്ട എവിടെ വേണമെങ്കിൽ ഏട്ടാ ഒരു വിടുവാ. അപ്പൊ ഒരു ചെണ്ട കൊട്ടി നമുക്ക് അർജുൻ കല്യാടിന്റെ ചെണ്ടമേളം ഉണ്ടായിക്കോട്ടെ. കല്യാടിന്റെ ചെണ്ടയാണ് നമ്മളെ ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അതായത് ഇലഞ്ഞിത്തറ മേളത്തിലൊക്കെ മേളക്കാര് കുറെ പേര് വേണം. ഇത് ഒറ്റയ്ക്കോ സിംഗിൾ ഡാൻസ്? ഇടന്തല മാത്രമാണ്. വലന്തലയും പിലത്താളവും കൊമ്പും കുഴലൊക്കെ ചേർന്നാലേ എന്താവുള്ളൂ, മേളാവുള്ളൂ. ഇതിപ്പോ വെറുതെ മേളം വേണ്ട, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം. മാധ്യമപ്രവർത്തകർക്ക് ഒരു കലോത്സവം വെച്ചാലേ റിപ്പോർട്ടർ ഫസ്റ്റ് അടിക്കും കേട്ടോ. മോണോ ആക്ട് അല്ലേ, കൊട്ട്, പാട്ട്, കുച്ചിപ്പുടി, മൊത്തത്തിൽ കലാകാരന്മാർ. ഞാൻ മാത്രം കലയില്ലാത്ത ഒരാൾ. അപ്പൊ ഓക്കെ. അപ്പൊ ഇത് അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ ടീം മൊത്തത്തിൽ 5 ദിവസം നമ്മൾ അടിച്ചു പൊളിക്കൂലേ? ഓക്കെ. അപ്പൊ ആർപ്പോ ഇറോ വിളിയോട് കൂടി നമുക്ക് അങ്ങ് കൊട്ടി കയറാം. ആർപ്പോ ആർപ്പോ